അപ്പോൾ സ്കൂൾ റീ ഓപ്പണിംഗ് ആയിട്ട് ഭാഗമായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് പോയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ബുക്കാണിത്. മാത്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് 2 എണ്ണം. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് ക്രയോൺസ് ആണ് കേട്ടോ. ക്രയോൺസ് ഇത് പിന്നെ എൻ്റെ വീക്ക്നെസ്സാണ്, എപ്പോഴും വാങ്ങിക്കൽ. ഇത് വാങ്ങിക്കാണ്ട് ഞാൻ പോരില്ല കടയിൽ നിന്ന്. പിന്നെ സ്കെച്ച് പ്രൊജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ. പിന്നെ മിനി ഡയറി, ഇത് എല്ലാ ദിവസത്തെ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച മിനി ഡയറി ആട്ടോ. ചേച്ചി നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. പിന്നെ ഒരു സെറ്റ് ബുക്ക് നോട്ട്സ്, ഇത് പിന്നെ പഠിക്കണതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ്. പിന്നെ പൗച്ച് ഗൈസ്, പൗച്ച് നല്ല ഭംഗിയുള്ള ഒരു യൂണിക്കോണിൻ്റെ പൗച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് തുറക്കുമ്പോൾ വേറെ ഒന്നുമില്ല, സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ഒരു പിടിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ച പെന്നാണ് കേട്ടോ, യൂണിക്കോണിൻ്റെ. നല്ല ഭംഗിയുള്ള ഗിൽറ്ററൊക്കെ ഉള്ള നല്ല സാധനമാണ്. പിന്നെ ഷാർപ്പനർ പുതിയതാണ്. ഇത് ഞാൻ വാങ്ങിച്ചത്. ഇത് രണ്ടേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പെൻസിലും പിന്നെ റബ്ബറും ടീച്ചറുടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് കേട്ടോ ഗൈസ്. പിന്നെ പേന ഫ്രണ്ടിൻ്റെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ബുക്ക് ചട്ടിയിടാള നമ്മുടെ ബ്രൗൺ പേപ്പർ. നമ്മൾ ബുക്കൊന്നും ചട്ടിയിട്ടിട്ടില്ല, ചട്ടിയിടാൻ പോകണുള്ളൂ ഗൈസ്. അപ്പോൾ അതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വയലിൻ്റെ റോസിൻ. ഞാൻ വയലിൻ വായിക്കാറുണ്ട്, അപ്പോൾ അതിൻ്റെ റോസിനാണിത്. അതൊക്കെയാണ് ഷോപ്പിങ്ങിന് പോയി ഇപ്പോൾ വാങ്ങിച്ചത്. പിന്നെ